നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവരെ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പള്ളൂരത്തിലെ സെൻറ്റ് റീത്താസ് സ്കൂളിനെ സംബന്ധിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആരോ പക്ഷം ചേരാനോ പിടിക്കാനോ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഞാനും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്കൂളിലെ പി ടി എ എക്സിക്യൂട്ടീവ് അംഗമാണ്. ഒരു പി ടി എ എന്ന് പറയുന്നത് ആ ഒരു പാരൻസിനും ടീച്ചേഴ്സിനും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ടാണ് പി ടി എ മെമ്പേഴ്സിനെ അല്ലെങ്കിൽ പി ടി എയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കാണേണ്ടത്. അല്ലാതെ പക്ഷം ചേർന്ന് കൊണ്ടിട്ട് ഒരു കാരണവശാലും നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം അപകടകരമാണ്. അതാണ് സെൻറ്റ് റീത്താസിൽ സംഭവിച്ചത്. ഒരു സ്കൂളിൻ്റെതായിട്ടുള്ള യൂണിഫോം കോഡ് ഉണ്ടാവും. അതായത് പെൺകുട്ടികൾക്ക് ഇന്ന പോലെ വസ്ത്രം ധരിക്കണം, അതേപോലെ തന്നെ മുടി പിൻ ചെയ്യണം, ഇന്ന പോലെയുള്ള റിബൺ ഉണ്ടായിരിക്കണം, തലയിൽ ചിലപ്പോൾ ഇടാണ്ടിരിക്കാം, അങ്ങനെയുള്ള റൂൾസ് ഉണ്ടാവും. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ മുടി ഇന്ന പോലെ കട്ട് ചെയ്തിരിക്കണം, യൂണിഫോം ടൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈ ഇടണം, ഇൻ ചെയ്യേണ്ടതാണെങ്കിൽ ഇൻ ചെയ്യണം, പാൻ്റ് ആണെങ്കിൽ പാൻ്റ് ഇത്ര ഇതിലുള്ള പാൻ്റ് ആയിരിക്കണം, പെൺകുട്ടികളുടെ സ്കേർട്ടാണെന്നുണ്ടെങ്കിൽ സ്കേർട്ടിൻ്റെ ലെങ്ത് ഇത്ര ആയിരിക്കണം, ഷൂവിൻ്റെ കളറ്, സോക്സിൻ്റെ കളർ, അങ്ങനെ പല വിധത്തിലുള്ള സ്കൂൾ യൂണിഫോം കോഡ് ഉണ്ടാവും. അതനുസരിച്ച് സ്കൂളിൽ കുട്ടികളെ വിടേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു യൂണിഫോമിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കൂൾ അധികൃതർ ഒരു പ്രാവശ്യം ചിലപ്പോൾ വാണിംഗ് കൊടുക്കും, രണ്ടാമത്തെ പ്രാവശ്യം ചിലപ്പോൾ ഫൈൻ അടക്കേണ്ടി വരും, മൂന്നാമത്തെ പ്രാവശ്യം പാരൻസിനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറയും. എൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഒരുപാട് പ്രാവശ്യം കുട്ടിയുടെ അടുത്ത് പറഞ്ഞതാണ്, ഇന്ന പോലെയുള്ള യൂണിഫോം കോഡിൽ വേണം വരാനായിട്ട്, ഇവിടുത്തെ യൂണിഫോം ഇങ്ങനെയാണ്, നിങ്ങളത് ശ്രദ്ധിക്കണമെന്ന് പറയും. ചിലപ്പോൾ ചില ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ടീച്ചേഴ്സ് എല്ലാവരും ഒരേ സ്വഭാവക്കാരായിരിക്കില്ല. ചില ടീച്ചേഴ്സിന് ഇത്തിരി ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും, ചില ടീച്ചേഴ്സ് നല്ല സൗമ്യമായി സംസാരിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും. പ്രിൻസിപ്പളും അതേമാതിരി തന്നെ ഇരിക്കും, ചിലപ്പോൾ ഹാർഷായിട്ടുള്ള പെരുമാറുന്ന, കാരണം അവരുടെ ആ സ്ഥാനത്തിരിക്കുമ്പോൾ അവരെങ്ങനെ ആയിരിക്കണമോ അങ്ങനെ ആയിരിക്കും അവർ. അപ്പോൾ നമ്മൾ ആ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ അവരുടെ യൂണിഫോം ശ്രദ്ധിക്കേണ്ടത് അവരവരുടെ പാരൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. വീണ്ടും പറയുന്നു, ഒരു കാരണവശാലും ഞാൻ ഈ പറയുന്ന സെൻറ്റ് റീത്താസിനെ സപ്പോർട്ട് ചെയ്യാനോ ഇല്ലെങ്കിൽ അവിടെ ഉണ്ടായ പ്രശ്നം ഭയങ്കരമായ രൂക്ഷമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടില്ല. സ്കൂളിൻ്റെതായിട്ടുള്ള ബൈലോ ഉണ്ട്, സ്കൂളിൻ്റെ യൂണിഫോം കോഡുണ്ട്. അത് നമ്മൾ പാരൻസ് മുൻകൈ എടുത്തുകൊണ്ട് കുട്ടികളെ നല്ല രീതിയിൽ സ്കൂളിലേക്ക് വിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിട്ട് വേണം കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോകുന്നതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്, കാരണം ഇത് വളരെ മൈന്യൂട്ടായിട്ടുള്ള വിഷയമാണ്, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പറയേണ്ട വിഷയം. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത്ര ഇതിൽ പറയുന്നത്. അവിടെ നടന്ന വിഷയം എന്ന് പറഞ്ഞാൽ ആ ലൈവിൽ കണ്ട വിഷയം ഞാൻ പറഞ്ഞുതരാം. ഒരു പി ടി എ അംഗം ആണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഒരാൾ വരുന്ന പാരൻസിനെ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാരൻസിൻ്റെ വീഡിയോ എടുക്കുന്നു. അതേപോലെ ആ പാരൻ്റ് ആരാണ്ടിനെയോ ഏതോ ഒരു പാർട്ടിക്കാരനെന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കറിയില്ല ആരാണെന്നുള്ളത്. അവർ വന്നിട്ട് അവർ വീഡിയോ എടുക്കുന്നു പറയും, നിങ്ങൾക്ക് എന്താണ് വീഡിയോ എടുത്തതെന്ന് ചോദിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷഭരിതമാകുന്നു. അവസാനം അത് വർഗീയതയിലേക്ക് പോകുന്നു. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എവിടം വരെ എത്തി എന്നുള്ളത്. ഒരു സ്കൂൾ കോമ്പൗണ്ടിൻ്റെ അകത്ത് തീരേണ്ട വിഷയം ഇന്നിപ്പോൾ വർഗീയവാദികളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു. അതല്ലേ യാഥാർത്ഥ്യം? ഒരു സ്കൂൾ പറയുന്ന നിയമം അനുസരിക്കേണ്ടത് നമ്മളാണ്. നമ്മളുടെ ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യയിലുള്ള കോടതികൾ ഇല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ പറയുന്നത് നിയമം അനുസരിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ എന്നല്ല. നമുക്ക് ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ആ നിയമം നമ്മൾ അനുസരിച്ച് പോകണം. അതാണ് ചെയ്യേണ്ടത്. ആ സെൻറ്റ് റീത്താസിൽ സംഭവിച്ചത് നേരെ വിപരീതമായിരുന്നു. സ്കൂളിലെ അവരുടെ നിയമം അവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, എൻ്റെ കുട്ടിയെ ഞാൻ ഇങ്ങനെ വിടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, അങ്ങനെ പറയുമ്പോൾ ഒരു മീഡിയേറ്റർ ആയിട്ടായിരിക്കുള്ളൂ ആ സിസ്റ്റേഴ്സ്, ആ വിദ്യാലയത്തിലെ സിസ്റ്റേഴ്സ് പി ടി എ വിളിച്ചു വരുത്തിയത്. പി ടി എ അത് വേറെ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് വേറെ രീതിയിൽ തന്നെ കൊണ്ടുപോവുകയും കൂടി ചെയ്തു. അത് വേറെ തരത്തിൽ കൊണ്ടുപോയി മറ്റുള്ളവരെ, അവിടെയുള്ള പരിസരവാസികൾ അനാനാമതസ്ഥരുള്ള സ്ഥലമാണ് ഈ പള്ളുരുത്തിയിലെ ആ പ്രദേശം എന്ന് പറയുന്നത്. ഈ സെൻറ്റ് റീത്താസ് സ്കൂളിൽ ഇരിക്കുന്ന ആ പ്രദേശം നാനാമതസ്ഥരുണ്ട് അവിടെ.
എല്ലാവരും നല്ല കഴിഞ്ഞ ഒരു 7-8-9 മാസം മുമ്പ് നല്ല ഐക്യത്തോടു കൂടി പോയിരുന്നു വെച്ചാൽ ആ പ്രദേശത്തെ ഇത്രത്തോളം വർഗീയവൽക്കരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയത് ആരാണ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുക. അവരുടെ രാഷ്ട്രീയ ലാഭം എന്താണെന്നും കൂടി നമ്മൾ ചിന്തിക്കുക. ഇത്രത്തോളം മോശമായ രീതിയിൽ ആ പ്രദേശത്തെ കൊണ്ടുപോകും. എത്ര സൗഹൃദപരമായിട്ട് പോയിരുന്നു വെച്ചാൽ ആ ഏരിയ ഇന്ന് വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത ഒരു രീതിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ അവിടെ താമസിക്കുന്ന പ്രദേശവാസികളോടാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ തമ്മിൽ തല്ലിച്ചു കൊണ്ടിട്ട് അതിനിടയിൽ നിന്ന് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളെ നിങ്ങൾ സൂക്ഷിക്കുക. അത് ഏത് മതസ്ഥരായാലും, അത് മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ആരാണെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെ തമ്മിൽ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ തമ്മിൽ തെറ്റിച്ചുകൊണ്ട് പോകാനായിട്ട് ആരാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ പഠിച്ചത് എൻ്റെ വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിൻറ്റ് ജൂലിയൻ സ്കൂളിലാണ്. അവിടെ നിന്ന് ഞാൻ പോകുന്നത് സെയിൻറ്റ് ഡൊമിനിക്, പള്ളുരുത്തിയിലെ സെയിൻറ്റ് ഡൊമിനിക് സ്കൂളിലേക്കാണ്. അവിടെ നിന്ന് ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസിലേക്ക് പോകുന്നത് ഞാൻ അരൂരുള്ള അവർ ലേഡി ഓഫ് മേഴ്സിയിലേക്കാണ്. പലതരത്തിലുള്ള അന്ന് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ പലതരത്തിലുള്ള കൂട്ടുകാരന്മാരും സൗഹൃദങ്ങളും എനിക്കുണ്ടായിരുന്നു. ആ സൗഹൃദം ഇപ്പോഴും ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നെ പഠിപ്പിച്ചു കൊണ്ടുവന്ന സിസ്റ്റേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എൻ്റെ ആരാണെങ്കിലും എല്ലാവരുടെയും സൗഹൃദം ഞാൻ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരാളാണ്. ഇന്നിപ്പോ മതം കൊണ്ട് ലാഭം കൊയ്യാൻ വേണ്ടി നോക്കുന്ന ആളുകളെ നിങ്ങൾ ഒറ്റപ്പെടുത്തുക. സാമാന്യം നമുക്കറിയാം, നമുക്ക് സാമാന്യ ബോധമുള്ള ആളുകളാണ്. എനിക്കറിയാം എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളല്ല. ചില ആളുകളുണ്ട്, രാഷ്ട്രീയക്കാര്, ഇവിടെ മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് തമ്മി തല്ലിച്ചു കൊണ്ടിട്ട് പോകാനുള്ള കുറെ ആളുകൾ. അവരെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോവുക. സ്കൂളിലെ കാര്യങ്ങൾ അത് സ്കൂളുകാർ തീരുമാനിച്ചോളും. രാഷ്ട്രീയക്കാരത് തീരുമാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയം കൊണ്ടുവരേണ്ട ആവശ്യവും ഇല്ല, മതം കൊണ്ടുവരേണ്ട ആവശ്യവും ഇല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ബൈ.